അതെ, നിങ്ങൾ മധുരം കഴിക്കുന്നവരാണോ? അല്ല പിന്നെ നമ്മളിപ്പോൾ ഈ കേക്കും ലഡു ജിലേബി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മധുരമുള്ള ഐറ്റംസ് ഒക്കെ നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് നമ്മളോട് എത്ര സമയം നോക്കിയിരിക്കാൻ പറയാൻ പറ്റും അല്ലേ? നമുക്ക് കൺട്രോൾ കിട്ടത്തില്ല, നമ്മുടെ കൈ അറിയാതെ അതിലേക്ക് പോകും, നമ്മളെടുത്ത് കഴിക്കും. അപ്പോൾ അതിനകത്ത് ഒരു വലിയ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ പഞ്ചസാര എന്ന് പറയുന്ന ഈ ഒരു വൈറ്റ് പോയിസൺ നമ്മുടെ ശരീരത്തിലെ നമ്മളെ തീരാ രോഗിയാക്കി മാറ്റും. എന്നാലേ അതിനൊരു സൊല്യൂഷൻ ഞാൻ പറയട്ടെ. നിങ്ങൾ മധുരം ഉപേക്ഷിക്കണ്ട, പക്ഷേ പഞ്ചസാര കഴിക്കുകയും ചെയ്യണ്ട. അപ്പം അതിനുള്ളൊരു സൊല്യൂഷനാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പം എന്തായാലും മാംഗോ മൊമൻറ്റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ചെടി എന്ന് പറയുന്നത്. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചെടിയാണ്. നല്ല ചെറിയ ഇലകളോട് കൂടി നിൽക്കുന്നതാണ്. അതിന് പഞ്ചസാരയേക്കാൾ 30 ഇരട്ടി മധുരമാണ് ഇതിൻ്റെ ഇലകൾക്ക് ഉണ്ടാവുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ 0 കലോറിയാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. എനർജി ലെവൽ ഒന്നുമില്ല. ഇതിൻ്റെ ഇല ഇട്ടിട്ട് നമുക്ക് ചായ തിളപ്പിച്ച് കുടിക്കാം. ചായ തിളപ്പിച്ച് കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അത് ഞാൻ പുറകെ പറയാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ചെറിയ ചെറിയ തണ്ടുകളോട് കൂടി ഇങ്ങനെ ശിഖരങ്ങളായിട്ട് നിൽക്കുന്നതാണ്. ഇതിൻ്റെ തണ്ടിൽ നിന്നാണ് നമ്മൾ പുതിയ പ്ലാന്റേഷൻസ് ചെയ്തെടുക്കുന്നത്. തണ്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് പുതിയ പ്ലാന്റേഷൻസ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇലകൾ പറിച്ചെടുക്കുന്ന ചായ വയ്ക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ പൊടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറിച്ചെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഇതിലേ കണ്ടോ, ചെറിയ പൂക്കളൊക്കെ ഒരു വെള്ള കളറിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത്. ഈ പൂക്കൾ ഉണ്ടാവുന്ന സമയത്താണ് ഇതിൻ്റെ ഇലകൾ പറിക്കാൻ പാകമാകുന്നത്. അപ്പോൾ ആ ടൈമിലാണ് ഇതിൽ നിന്ന് ഇലകൾ സ്റ്റീവിയ പൗഡറൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡെയിലി ഇതിട്ടിട്ട് ഒരു 6-7 ഇല ഇട്ടിട്ട് ചായ തിളപ്പിച്ച് കുടിച്ച് നോക്കണം. നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്കുണ്ടാവും. പിന്നെ വേറെ പല ടൈപ്പ് മരുന്നുകളൊക്കെ കഴിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പ്രതിപ്രവർത്തനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, വേറെ അസുഖത്തിനൊക്കെ മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് നമ്മുടെ തെക്കേ അമേരിക്കയാണ്, നമ്മുടെ ഈ മധുര തുളസിയുടെ. അതേപോലെ തന്നെ നമ്മുടെ പരാഗ്വേ, ബ്രസീൽ അവിടങ്ങളിലൊക്കെ ഇവർ ചായ ഉണ്ടാക്കാനായിട്ട് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഈ മധുര തുളസിയുടെ ഇലയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന് ഔഷധമായിട്ട് കൂടിയാണ് അവരെല്ലാ ദിവസവും ഇതിട്ട് ചായ വെച്ച് കുടിക്കുന്നത്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഇലകളിൽ സ്റ്റീവിയോസൈഡ്, റെബൗഡിയോസൈഡ് അങ്ങനെയുള്ള സംയുക്തങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതാണ് ആ ഇലകൾക്ക് പഞ്ചസാരയേക്കാൾ 30 ഇരട്ടി മധുരം നൽകുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇലകൾ പൊടിയാക്കി ഉണക്കി പൊടിച്ച് പൊടിയാക്കി വെച്ചിരുന്നിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഉണങ്ങിയ പൊടികൾക്ക് നമ്മുടെ ഈ ഇലകളിൽ പച്ചയ്ക്ക് കഴിക്കുന്നതിനേക്കാൾ മധുരം കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇലകൾ നമുക്ക് ഉള്ള ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഷുഗർ പേഷ്യൻസ് ആണെങ്കിലും ഒട്ടും മധുരം അവർക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇലകൾ ഇട്ട് ചായ തിളപ്പിച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ പൊടി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ചേർത്ത് കഴിക്കുകയോ, നമുക്ക് പ്രമേഹ രോഗികളാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അതിനുള്ളിലൊക്കെ ഇതിൻ്റെ, കാരണം ഇതിൻ്റെ കണ്ടൻറ്റ് കുറച്ച് മതിയാവും. നമ്മൾ പഞ്ചസാര ഒന്നും എടുക്കുന്ന അത്രയും പോലും വേണ്ട, ഒരു തുള്ളി മതിയാവും ഇതിൻ്റെ പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അതൊക്കെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് മധുരം കഴിക്കാത്തതിൻ്റെ ആ ഒരു പരാതി ഉണ്ടാവില്ല, എന്നാൽ അവർക്ക് മധുരം കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ശരീരത്തിന് വേറെ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇലകൾ ഓവറായിട്ട് എല്ലാ ദിവസവും നമ്മൾ പെട്ടെന്ന് അങ്ങ് ഷുഗർ കുറയണം എന്നൊക്കെ പറഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ ലെവൽ ഒരുപാട് കണ്ടമാനം താന്നു പോകും. അപ്പോൾ അത് നമുക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ പ്രമേഹ രോഗികളായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല കേട്ടോ, നമ്മൾ സാധാരണക്കാരായ ആൾക്കാർക്ക് നമുക്ക് ഇതിൻ്റെ ഇലയിട്ട് ചായ തിളപ്പിച്ച് കുടിക്കാം. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ രക്തസമ്മർദ്ദമൊക്കെ കുറയാനും, അതേപോലെ തന്നെ പഞ്ചസാര ഇപ്പോൾ നോർമലി ഉള്ള ആൾക്കാർക്കാണ് അയ്യോ എനിക്ക് പഞ്ചസാര നിർത്തണം, കാരണം വൈറ്റ് പോയിസൺ അല്ലേ ഭയങ്കര, കാരണം ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പഞ്ചസാര എന്ന് പറയുന്നത്. അപ്പോൾ അത് നിർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളവർക്ക് ഈ മധുരം കഴിക്കാതിരിക്കാനും പറ്റില്ല, അവരെ മനസ്സ് സമ്മതിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ പൊടിയോ അതേപോലെ തന്നെ ഇതിൻ്റെ ഇലയോ ഇതിൻ്റെ എക്സ്ട്രാക്റ്റോ ഒക്കെ വാങ്ങിച്ചിട്ട് ഈ ഫുഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. സ്റ്റീവിയ റിബൗഡിയാന എന്നാണ് ഈ നമ്മുടെ മധുര തുളസിയുടെ ശാസ്ത്രീയ നാമം. അതേപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ മധുര തുളസി ഉപയോഗിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും, അതേപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും, പിന്നെന്താണ് ദഹന പ്രക്രിയയെ മെച്ചപ്പെടുത്താനും ഒക്കെയായിട്ട് ഇതിൻ്റെ പൊടി അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകൾ അതൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ ഫുഡിനോടുള്ള ആർത്തി, നമ്മൾ ഈ കൊഴുപ്പടങ്ങിയ ഫുഡുകളോട് ആർത്തി നമുക്ക് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ, അതൊക്കെ വളരെ കുറയാനായിട്ട് ഇതിൻ്റെ ഇലകളിട്ട് ചായ തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം അതുകൊണ്ടായിരിക്കണം നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കുറയുന്നത്. അതുപോലെ തന്നെയാണ് കേട്ടോ, നമ്മുടെ മുടിയൊക്കെ എല്ലാവർക്കും ഇപ്പോൾ കോമൺ ആയിട്ടുള്ളതാണ് മുടി കൊഴിച്ചിൽ, താരൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. അതിനെ ഒരു പരിധി വരെ തടയാൻ ഇതിൻ്റെ ഇലകൾ സഹായിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് നമ്മൾ പല ആളുകൾക്ക് എല്ലാവർക്കും മധുര തുളസിയുടെ ഇലകൾ ഇത് കഴിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇത് അലർജി ഉണ്ടാക്കും. കാരണം അത് ഉപയോഗിക്കുമ്പോഴത്തേക്കും വല്ല ശ്വാസതടസ്സം അല്ലെ അതുപോലെ തന്നെ
ചർമ്മത്തിൽ ചൊറിച്ചിൽ, തടിച്ചു വരിക അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉപയോഗം പെട്ടെന്ന് അങ്ങ് നിർത്തിക്കോണം. കാരണം ഇത് ചിലർക്ക് ഇതിന് ഈ ഇലകൾ അലർജി ഉണ്ടാക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നങ്ങളാണ്. കാരണം മുടി കൊഴിച്ചില്, താരൻ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ ഇതിന്റെ ഇലകൾ അരച്ച് തലയിൽ പുരട്ടുകയോ അതേപോലെ തന്നെ ഇതിന്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിട്ട് ഹെയർ വാഷ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ താരനെയും അതേപോലെ തന്നെ താരൻ മൂലമുള്ള ചൊറിച്ചിലും മുടി കൊഴിച്ചിലൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. കാരണം ഇത് ഈ ഇലയ്ക്ക് ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ ഗുണങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിലൊന്നും പോകാതെ ശ്രദ്ധിക്കണം. ഇതിന്റെ ഇലകൾ നമ്മൾ തലയിൽ തേച്ചല്ലോ, തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല വെള്ളത്തിൽ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയണം. പിന്നെ നമ്മൾ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ മുറിവുകളിലേക്കൊക്കെ ഇതിന്റെ ഇല അരച്ചിട്ട് അതിന്റെ ചാറ് നീര് പിഴിഞ്ഞിട്ട് ഇറ്റിച്ചു കഴിഞ്ഞാൽ മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ മധുരതുളസിയുടെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ പറഞ്ഞു. നമ്മുടെ കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കും, ദഹനശേഷി വർദ്ധിപ്പിക്കും, അതേപോലെ തന്നെ ഒട്ടും കലോറി ഇല്ലാത്തൊരു സാധനമാണ്. ഇതൊക്കെ പറഞ്ഞാലും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മറ്റു മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും, ഞാൻ റിപ്പീറ്റേഷൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇലകൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അസുഖം മാറുമെന്ന് പറഞ്ഞെടുത്ത് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റു മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനോട് പ്രതിപ്രവർത്തനം നടക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ളവർ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. അലർജി ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് അലർജിറ്റിക് ആകുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. അതേപോലെ തന്നെ ചെറിയ കുട്ടികളും ഗർഭിണികളും ആയിട്ടുള്ളവരൊക്കെ ഉപയോഗിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക ഇങ്ങനെയുള്ള ഇലകൾ. പിന്നെ ഇത് ഓവറായിട്ട് കഴിക്കാതിരിക്കുക. കാരണം ഇത് ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഭയങ്കരമായ രീതിയിൽ താന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ മധുരതുളസി എന്ന് പറഞ്ഞ ചെടിയേയും കണ്ടു, അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളും പറഞ്ഞു തന്നു. അപ്പം എന്തായാലും നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു ചായ ഉണ്ടാക്കി കുടിക്കണ്ടേ? അപ്പം എന്തായാലും ഒരു ചായ ഉണ്ടാക്കാം മധുരതുളസിയുടെ ഇല ഇട്ടിട്ട്. അപ്പം എന്തായാലും നമുക്ക് കെറ്റിലിനകത്തേക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാൻ 2 ഗ്ലാസ് ചായ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ചെയ്യണമല്ലോ, 12 ലീഫ് എടുത്തിട്ടുണ്ട് ഇത് കേട്ടോ. നമ്മൾ 1 ഗ്ലാസ് ചായക്ക് ഞാനൊരു 6 ലീഫ് വെച്ചാണ് എടുത്തത്. അങ്ങനെ 2 ഗ്ലാസ് ചായക്ക് 12 ലീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇടുക. ഇനിയിപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഇത് ഓണാക്കിയിട്ട് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ അതേ നമ്മളെ മധുരതുളസി ഇലയിട്ട ചായ ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. അപ്പം ഞാൻ ഗ്ലാസ്സിലേക്ക് എടുക്കാൻ പോകട്ടോ. ചായ തിളച്ച് അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ മധുരതുളസി ഇല ഇട്ടിട്ട് തിളപ്പിച്ച കട്ടൻ ചായ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് മധുരതുളസി ഇട്ടിട്ട് ചായ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊന്ന് കുടിച്ച് ടേസ്റ്റ് നോക്കട്ടെ. നല്ല ചൂടുണ്ട്, പക്ഷെ നല്ല അത്യാവശ്യം മധുരമുണ്ട് കേട്ടോ. ഒരു മീഡിയം മധുരത്തിലാണ് ഞാൻ ഇല ഇട്ടത്. കാരണം എനിക്ക് ഒരുപാട് മധുരം ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം മധുരത്തിലുള്ള നല്ല മധുരമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആ പഞ്ചസാരയുടെ ആ ഒരു ടേസ്റ്റ് അല്ല, ആ ഒരു ഇലയുടേതായ ടേസ്റ്റ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചായ തിളപ്പിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ് കേട്ടോ ഈ മധുരതുളസി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് വയ്ക്കുക. ഇവിടെ മാംഗോ മെഡോസിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നഴ്സറിയിൽ മധുരതുളസിയുടെ ചെടി അവൈലബിൾ ആയിരിക്കും. ഇവിടുന്ന് വാങ്ങിച്ച് നമുക്ക് വീട്ടിൽ പ്ലാന്റേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ തന്നെ കഴിക്കണമെന്നില്ല. നമ്മൾ ചെടികൾ ഒരു 5-6 വെച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഇലകൾ, അതിൻ്റെ പൂവൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് ഇലകൾ പറിച്ച് നമ്മൾ തണലത്തിട്ട് ഉണക്കിയെടുക്കുക. തണലുള്ള സ്ഥലങ്ങളിലിട്ട് ഉണക്കി, നല്ല വെയിലുള്ള സമയത്താണ്, 1-2 ദിവസം കൊണ്ടൊക്കെ ഉണങ്ങി കിട്ടും. എന്നിട്ട് അത് പൊടിച്ച് സൂക്ഷിക്കുക. അത് പൊടിച്ച് കഴിയുമ്പോൾ ഒരു പച്ച കളറായിരിക്കും ആ പൊടിക്ക് വരുന്നത്. വെയിലത്തിട്ട് ഉണക്കിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു ബ്രൗൺ കളറായിട്ട് വരും. ഇതൊരു പച്ച കളറിൽ കിട്ടും. ആ പൊടി നമുക്ക് 1 മാസം 2 മാസം വരെയൊക്കെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് ഏത് ആഹാര പദാർത്ഥങ്ങളുടെ കൂടെയും പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഇതിട്ടിട്ട് യൂസ് ചെയ്യാനും പറ്റുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.